കാണിച്ചേ? എന്തിനാ തിരിച്ചു പോവാന്ന് മുത്തശ്ശിയോട് പറഞ്ഞേ? അയ്യോ, പോകുന്നത് തന്നെയാ മോളെ നല്ലത്. ഇനി അവള് വന്ന് ഹുങ്കും ധിക്കാരൊക്കെ കാണിച്ചാ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ അവളുടെ മുന്നിൽ വെച്ച് ഇവര് നമ്മളെ ഇറക്കി വിടുന്നതിനേക്കാളും നല്ലത് ഇപ്പോഴേ നമ്മൾ അങ്ങോട്ട് പോന്നല്ലേ. അമ്മയ്ക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാവോ? നമ്മൾ ഇവിടെ വന്നത് എന്തിനാ? ഏതെങ്കിലും വിധത്തിൽ അവൾക്ക് അനിഷ്ടം ഉണ്ടാക്കി അവളെ പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ടല്ലേ? അല്ലേ അച്ഛാ? നിർമ്മലേ, വേറെ ഒരു കാര്യത്തിലും നിന്നെ എനിക്ക് വിശ്വാസമില്ല. പക്ഷെ ആൾക്കാരെ തമ്മിലടിപ്പിക്കാനും ഒരാളെ പെട്ടെന്ന് മൂഡ് ഓഫ് ആക്കാനുള്ള നിന്റെ ആ പ്രത്യേക കഴിവില്ലേ, അതിലെനിക്ക് പൂർണ്ണ വിശ്വാസമാടി. ആ ഗാഥാ ശ്രീനിവാസ് വന്ന ഇന്ന് തന്നെ നീ അവളെ പടിയിറക്കി വിടുമെന്ന് കരുതി ഞാൻ സന്തോഷിച്ചിരിക്കുമ്പോഴാ നീ പിന്നെ ഇങ്ങനെ തുടങ്ങിയ. അമ്മ എന്താ ഉദ്ദേശിക്കുന്നേ? അവസാനം അമ്മ എന്നോട് കൈമലർത്തി കാണിക്കൂ? ശരി, അപ്പൊ പിന്നെ ഞാൻ പോകുന്നില്ല. എന്താ നിർമ്മലേ, നീ പോകുന്നില്ലേ? എന്താ നീ പോകുന്നില്ലേ? അമ്മ, അത് പിന്നെ നവീൻ മോന്റെ കല്യാണക്കാര്യം നടക്കുമ്പോ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ പിന്നെ നാട്ടുകാർ അതും ഇതും പറയില്ലേ? അതൊന്നും നീ കാര്യാക്കണ്ട, നീ ഇറങ്ങിക്കോ. ആഹാ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോൻ ഒരു കാരണം അന്വേഷിച്ച് നടക്കുമായിരുന്നല്ലേ അമ്മ? എന്നാ പിന്നെ ഞാനിപ്പോ അങ്ങനെ പോകുന്നില്ല അല്ലേ ഉദേട്ടാ? ആ, അതല്ലേ അതിന് ശരി. അത് മാത്രമല്ല, ഗാഥമോള് നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറുമ്പോ നമ്മൾ കുടുംബക്കാരെ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാ അത് മോശമല്ലേ അമ്മേ? ഓ, അപ്പൊ ഉദയന് കാര്യങ്ങൾ അറിയാം. ആ കുട്ടി ഇവിടെ വന്ന് തിരിച്ചു പോകുന്നത് വരെ കളരിക്കൽ കുടുംബത്തിലെ ഓരോ അംഗവും മാന്യമായിട്ട് വേണം അവളോട് പെരുമാറാൻ. അല്ലാതെ എന്തെങ്കിലും സംഭവിച്ചാലേ അതിന്റെ നടപടി ഒട്ടും വൈകില്ല. സാറേ സാറേ ഒരു ലോട്ടറി എടുക്ക് സാറേ. ഓ വേണ്ട, ആ ഒരു തവണ എടുത്ത് നോക്ക് സാറേ. ഒരു തവണ എടുത്തു നോക്കുന്നവരെ അഡിക്റ്റ് ആവുന്നു, അതുകൊണ്ട് വേണ്ട. ആ മാഡം, ഒരു ടിക്കറ്റ് എടുക്കും മാഡം. സാറിനോ മാഡത്തിനോ ഭാഗ്യമുണ്ടെങ്കിൽ അടിച്ചൂടുന്നില്ലല്ലോ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് വേണ്ട. മോളുടെ പേരെന്താ? സാന്ദ്ര. നല്ല സുന്ദരി കുട്ടിയാട്ടോ. താങ്ക് യു ചേച്ചി. ഇതിൽ എത്ര 3 ഉണ്ടെന്ന് നോക്കി. 4. കൊള്ളാം, മോളും ഉണ്ടായിരുന്നേ. മാഡം, കുഞ്ഞുങ്ങള് കളങ്കില്ലാത്തവരല്ലേ, ഭാഗ്യമുള്ളവരല്ലേ? മോളുടെ നാവിന്ന് വന്നൊരു നമ്പരല്ലേ മാഡം? ചുമ്മാ ഒരു 50 രൂപയെങ്കിലും മുടക്കി നോക്ക്. ചിലപ്പോ മോളുടെ ഭാവിക്ക് അതങ്ങ് ഉപകരിച്ചാലോ. മാഡം അമ്പലത്തിൽ പോയി തൊഴാറില്ലേ? ദൈവത്തിനോട് ചില കാര്യങ്ങളൊക്കെ പറയാറില്ലേ? ദൈവം ചിലപ്പോ ഈ നമ്പര് കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിച്ചതാണെങ്കിലോ? ഒരു വഴിപാടിന്റെ കാശല്ലേ ഉള്ളൂ. മതി മതി, അതിങ്ങ് തന്നേക്ക്. ഹാ, ഒരെണ്ണം വേണോ 2 എണ്ണം വേണോ? ഒരെണ്ണം മതി. താങ്ക് യു ചേച്ചി. അമ്മോളെ, പിന്നെ മംഗളത്ത് വീടിന്റെ പ്രൗഢിക്കൊത്ത രീതിയിൽ വേണം നീ അവിടെ പെരുമാറാൻ. നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത രീതിയിലുള്ളൊരു പെരുമാറ്റം ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായ കൃത്യമായിട്ട് അതിനോട് റിയാക്ട് ചെയ്തിരിക്കാം. ഒരാൾക്ക് ഒന്നും വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല നിനക്ക്. ഒരിക്കൽ വിട്ടുകൊടുത്താലേ നാളെ അവര് നിന്റെ തലയിൽ കയറും. സോ വരയ്ക്കാനുള്ള ലക്ഷ്മണരേഖയൊക്കെ ഇപ്പൊ തന്നെ അങ്ങ് വരച്ചേക്കണം. പറയുന്നത് കേട്ടാ തോന്നുമല്ലോ മമ്മി എന്നെ യുദ്ധത്തിനാണ് പറഞ്ഞയക്കുന്നതെന്ന്. ഇതും ഒരു യുദ്ധം തന്നെയല്ലേ സിനി? ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട് മാം. അപ്പൊ മോള് പോയിട്ട് വാ. ഞാൻ ഏത് എക്സാമിന് പോകുമ്പോഴും മമ്മി എന്നോട് ബെസ്റ്റ് വിഷസ് പറയും. ഇപ്പൊ എന്താ പറയാത്തെ?
അവരെ കാണുന്നില്ലല്ലോ. വഴിതെറ്റിപ്പോയോ? അല്ല, വഴിതെറ്റിയതാണോന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അന്വേഷിക്കുന്നത് നല്ലതാ. അല്ല, ചോദിച്ചപ്പോ പറഞ്ഞതേ ഉള്ളൂ. നിന്റെ നാവ് നീ തന്നെ ചങ്ങലക്കിടുന്നതാ നല്ലത്. അല്ലെങ്കിലേ നിന്നെ എനിക്ക് ചങ്ങലക്കിടേണ്ടി വരും.